അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ കൂടുതൽ ചൂടും കഠിനമായ ഉഷ്ണവും അനുഭവപ്പെടുന്ന ഒരു വിശുദ്ധ റമദാനിലൂടെയാണ് ഞാനടക്കമുള്ള സർവ്വ മുഅ്മിനീങ്ങളും ഈ വർഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ ചൂടും മറ്റു നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഉയർത്തി നല്ല സമാധാനമുള്ള അന്തരീക്ഷം ഈ റമദാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാ സൽക്കർമ്മങ്ങളും വളരെ ഹൈസ്പീഡായി നടക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അഥവാ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം പ്രത്യേകമായി നിർവഹിക്കുന്ന, വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്ന രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളാണ് തറാവീഹും വിത്റും ആകുന്ന രണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ. അങ്ങനെ തറാവീഹും വിത്റും നിസ്കരിക്കുന്ന സമയത്ത് പല ആളുകളും തിരക്ക് കാരണം കൊണ്ട് ദുആഉൽ ഇഫ്തിതാഹ് അഥവാ വജ്ജഹത്ത് ഓതുന്നതിനെ ഒഴിവാക്കാറുണ്ട്. അത് വിട്ടുകൊണ്ട് വളരെ സ്പീഡായി നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാറുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിലെ പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, മയ്യത്ത് നിസ്കാരമല്ലാത്ത ഏത് ഫർദ് നിസ്കാരങ്ങളോ സുന്നത്ത് നിസ്കാരങ്ങളോ നിർവഹിക്കുകയാണെങ്കിൽ നാം അല്ലാഹു അക്ബർ എന്ന് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ഫാത്തിഹയ്ക്ക് മുമ്പായി വജ്ജഹത്ത് ഓതുക എന്നുള്ളത് മയ്യത്ത് നിസ്കാരമല്ലാത്ത സർവ്വ ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ശക്തിയേറിയ മഹക്കതായ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ തറാവീഹും വിത്റും മറ്റും വളരെ ഹൈസ്പീഡായി നമ്മുടെ പള്ളികളിലും മറ്റു പല സ്ഥലങ്ങളിലും നിസ്കരിക്കുമ്പോൾ വജ്ജഹത്തു ചില ആളുകൾ ഒഴിവാക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങനെ നമുക്ക് വജ്ജഹത്ത് ഒഴിവാക്കേണ്ടതില്ല. ആ വജ്ജഹത്തു ഓതുന്നത് അത് വളരെ നീളമുള്ള ഒരു വിഷയമായതുകൊണ്ട്, വളരെ സമയം അതിന് എടുക്കുന്നത് കൊണ്ട് തന്നെ മറ്റു 4 ദുആകളെ കൊണ്ട്, മറ്റു 4 പ്രത്യേകമായ ദിക്റുകളെ കൊണ്ട് വജ്ജഹത്തു ഓതി എന്ന ആ സുന്നത്ത് നമുക്ക് കരസ്ഥമാകുമെന്ന് മഹാന്മാരായ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ പ്രസിദ്ധ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിച്ചത് കാണാം. തുഹ്ഫ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഷർവാനി തങ്ങൾ അവിടുത്തെ ഷർവാനിയിലും, അതുപോലെ തന്നെ ഇമാം ബാഫദുൽ ഹദ്റമി റഹിമഹുല്ലാഹ് രചിച്ചതായ മുഖദ്ദമത്തുൽ ഹദ്റമിയ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ബാഷൻ റഹിമഹുല്ലാഹ് അവിടുത്തെ ബുശ്റുൽ കരീം ബിശറഹി മസായിലി തഅലീം പോലത്തെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് നമ്മെ പഠിപ്പിച്ചത് കാണാം. വവറദ ഫീഹി അദ്ഇയത്തുൻ കസീറ അഫ്ളലുഹാ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി. ഈ വജ്ജഹത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ പിന്നെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള എന്ന് പറയുന്ന നാം സാധാരണ ഓതുന്നതായ ആ ഒരു വജ്ജഹത്തു ഓതുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഓതാൻ സമയമില്ലാത്തവർ, അത് നഷ്ടപ്പെടുമെന്ന് പേടിയുള്ളവർ, അഥവാ ആ മുഅക്കദായ സുന്നത്തിന്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനി പറയാനിരിക്കുന്ന 4 ദുആകൾ, ദിക്റുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് വജ്ജഹത്തു ഓതി എന്ന് പറയുന്ന പ്രത്യേകമായ മുഅക്കദായ സുന്നത്ത് ചെയ്ത കൂലി കിട്ടും. വജ്ജഹത്തു ഒഴിവാക്കി എന്ന ആ കരാഹത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ 4 ദുആകൾ? വമിൻഹു ഐളൻ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഒന്ന് അതാണ്. വമിൻഹു ഐളൻ രണ്ടാമത്തേത് ഏതാണ്? വജ്ജഹത്തിന് പകരമായി ഓതേണ്ട ദിക്റും ദുആയും അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നുള്ളതാണ്. വമിൻഹു ഐളൻ വജ്ജഹത്തിന് പകരമായി വജ്ജഹത്തു ഓതി എന്ന ആ സുന്നത്ത് കരസ്ഥമാകാനും വജ്ജഹത്തു ഓതില്ല എന്ന ആ കറാഹത്തിൽ നിന്ന് ഒഴിവാകാനും മൂന്നാമതായി പറയുന്ന ദിക്റും ദുആ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ്. നാലാമതായി പഠിപ്പിക്കുന്നു വമിൻഹു ഐളൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ നാം പറഞ്ഞതായ ഈ 4 പ്രത്യേകമായ ദിക്ർ ദുആകൾ, ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ ചെല്ലലുകൊണ്ട്, അഥവാ ഫാത്തിഹയ്ക്ക് മുമ്പ് ഇത് വജ്ജഹത്തിനു പകരമായി തറാവീഹ് നിസ്കാരങ്ങളിലും വിത്ർ നിസ്കാരങ്ങളിലും ഒക്കെ ഓതലുകൊണ്ട് ആ വജ്ജഹത്ത് ഓതി എന്ന ആ ശക്തമായ മുഅക്കദായ സുന്നത്തിന്റെ കൂലി നമുക്ക് കിട്ടും. വജ്ജഹത്ത് ഒഴിവാക്കി എന്ന് പറയുന്ന ആ കറാഹത്തിൽ നിന്ന് നമുക്ക് ഇത് മുഖേന രക്ഷപ്പെടാം. ഈ 4 ദിക്ർ ദുആകൾ ഓതലുകൊണ്ട്, പാരായണം ചെയ്യലുകൊണ്ട്, ചൊല്ലലുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം തറാവീഹ് നിസ്കരിക്കുമ്പോൾ, വിത്ർ നിസ്കരിക്കുമ്പോഴും ഹൈ സ്പീഡായി നിസ്കരിക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാവുക. അള്ളാഹു ഈ റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന സർവ്വ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിച്ച് റമദാൻ കൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളിൽ പറയുന്ന എന്നെയും വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന ബിശഹരി റമദാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.